അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ റമളാനിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ എന്ന് പറയാവുന്ന അവസ്ഥയിൽ നമ്മൾ റമളാനിലേക്ക് എത്തി. വളരെ പെട്ടെന്ന് നോമ്പ് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ളൊരു ദിവസം, ഒരു സമയത്ത് വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മഹാനായ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പ്രജകൾക്ക് വ്യത്യസ്ത അംസാറുകളിലേക്ക്, പട്ടണങ്ങളിലേക്ക് അദ്ദേഹം എഴുതിയ എഴുത്ത് ഇങ്ങനെയായിരുന്നു: യഅ്മുറുഹും ബിഖത്മി ഷഹ്രി റമളാൻ ബിൽ ഇസ്തിഗ്ഫാരി വസ്സദഖ. അദ്ദേഹം എല്ലാവരോടും കൽപ്പിച്ചിരുന്നു എന്നാണ്, പരിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇസ്തിഗ്ഫാറിൻ്റെ കാര്യത്തിലും ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിലും നന്നായി ശ്രദ്ധിക്കണമെന്നാണ്. കാരണം ഇസ്തിഗ്ഫാറിലൂടെയാണ് നമ്മൾ റമളാനിന് വിട ചൊല്ലേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ പുറത്തു കിട്ടാത്തവൻ്റെ കാര്യം മഹാകഷ്ടമാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളമായി അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഫിത്ർ സക്കാത്ത് കൊണ്ട് നമുക്ക് പരിഹരിക്കപ്പെടും ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മവും അത് അവസാനിപ്പിക്കേണ്ടത് അത് ഇസ്തിഗ്ഫാറുകൾ കൊണ്ടാണ്. നമസ്കാരം അവസാനിച്ച ഉടനെ നമ്മൾ അള്ളാഹുവിൻ്റെ അസ്തഗ്ഫിറുല്ലാ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ ധാരാളമാക്കാൻ ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ ശ്രമിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ധാരാളമായി ചൊല്ലിയത് ഈ സമയങ്ങളിൽ അള്ളാഹുവിനോട് അഫുവിനെ ചോദിക്കുകയായിരുന്നു, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.